ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ലിങ്ക് റോഡ്, വടകര. വടകരയുടെ കനകവിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ. പണിക്കൂലിയിൽ 50% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. സഹകരണ മേഖലയിൽ വടകരയിൽ പ്രവർത്തിക്കുന്ന പാപ്കോസിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘം ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം 17 വൈകിട്ട് 3:30 വടകര ടൗൺ ഹാളിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. കെ രമ MLA അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു സ്ഥാപക മെമ്പർമാരെയും ULCCS ചെയർമാൻ രമേശൻ പാലേരി മുൻ ഭരണസമിതി അംഗങ്ങളെയും സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷിജു മുൻ ജീവനക്കാരെയും ആദരിക്കും. സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ OM ബിന്ദു ജീവനക്കാർക്കുള്ള ഉപഹാരം സമർപ്പിക്കും. സാംസ്കാരിക സദസ്സ് UK കുമാരൻ ഉദ്ഘാടനം ചെയ്യും. കരിവെള്ളൂർ മുരളി മുഖ്യ അതിഥിയായിരിക്കും. PK പാറക്കടവ് പ്രഭാഷണം നടത്തും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. 74-ലാണ് ഇത് തുടങ്ങിയത്. വടകരയിലുള്ള എല്ലാ സാംസ്കാരിക രംഗത്തുള്ള ആളുകളുടെയും സാമൂഹ്യ രംഗത്തുള്ള ആൾക്കാരുടെയും ഒക്കെ സഹകരണം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അഡ്വക്കേറ്റ് P. രാഘവൻ നായരായിരുന്നു അതിൻ്റെ പ്രധാന നേതൃത്വം വഹിച്ചാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി, ആ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി സംസ്ഥാന ലെവലിലുള്ള പ്രിൻറ്റിങ്ങിൻ്റെ ആളുകൾ, അതുപോലെ സഹകരണ മേഖലയിലെ ആളുകളൊക്കെ ഏകോപിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അങ്ങനെ തുടങ്ങിയതാണ്. വാർത്താ സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് P. സോമശേഖരൻ, വൈസ് പ്രസിഡന്റ് TK പ്രഭാകരൻ, സ്വാഗത സംഘം ചെയർമാൻ തയ്യുള്ളതിൽ രാജൻ, PP രാജീവൻ, KK ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. ഭരണസമിതി അംഗങ്ങൾ ഡയറക്ടർ ബോർഡിൽ എല്ലാവരെയും ബന്ധപ്പെട്ട് അവരെയും ഈ ചടങ്ങിൽ ആദരിക്കും. എന്നിവരെയുള്ള ഈ പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ നിലവിലുള്ള ജീവനക്കാർക്കുള്ള ഒരു ഉപഹാര സമർപ്പണവും ആ ചടങ്ങിൽ നടക്കും. ജീവനക്കാരുടെ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇന്ന് ആ സ്ഥാപനം നിലനിൽക്കുന്നത് എന്നുള്ള യാതൊരു സംശയമില്ല. നേരത്തെ കൊറോണയുടെ ആ സമയത്തൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ട് വരുന്നു. അതൊക്കെ ജീവനക്കാർ അതിൻ്റെ സാമ്പത്തിക ഇതൊക്കെ ഒന്നും നോക്കാതെ തന്നെ സമർപ്പണ മനോഭാവത്തോടെ നിന്നുകൊണ്ടാണ് ഇന്ന് അവർ സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അതിൽ വടകരയിലെ രാഷ്ട്രീയ, സാംസ്കാരിക, സഹകരണ രംഗത്തുള്ള എല്ലാവരും ആശംസകൾ അർപ്പിക്കുന്നു. അതടുത്ത് സാംസ്കാരിക സമ്മേളനത്തിൽ TP രാമവർമ്മ അധ്യക്ഷത വഹിച്ചുകൊണ്ട്